എപ്പോഴെങ്കിലും വരും. പോകാനുള്ളതാണെങ്കിൽ പോട്ടെ, പിന്നെ എപ്പോഴെങ്കിലും ഇല്ലെങ്കിൽ ഞാനില്ല. അച്ഛൻ അമ്മയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനില്ല, എന്റെ ആണെന്നില്ല. കാരണം ഉപ്പുമുളകും എന്റെ വാർത്തെടുത്തൊരു പരിപാടിയാണ്. അതിൽ ഞാൻ ഡാൻസിൽ എപ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരാളാണ് പ്രഭുദേവ് സാർ. സാറിന്റെ ഒരു ചെറിയ റോളാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ട് ഒരു സ്റ്റേറ്റ് അവാർഡ് അതും. പിന്നെ 8 വയസ്സിൽ ഞാൻ ഫ്ലവേഴ്സിൽ കുട്ടിക്കലോറ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്താണ് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് കൊല്ലം ഞാൻ സ്റ്റേറ്റ് മോണോ ആക്ട് സ്റ്റേറ്റ് തേർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഫോക്കും ഞാൻ സ്റ്റേറ്റ് പോയിരുന്നു. കലാഫിലിൽ എത്ര നാളായിട്ടുണ്ട്? ഞാനിപ്പം 9 വർഷം. 9 വർഷം. ഞാനിപ്പോൾ +2 കുഴപ്പമില്ലാണ്ട് പോണു. രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തായിരുന്നു. ഉപ്പുമുളകായിരുന്നു ഒരു കുറച്ചുകൂടി ഇമ്പോർട്ടൻസ്. ഇപ്പം രണ്ടിനും ഈക്വലി കൊടുത്ത് രണ്ടും ഒപ്പം കൊണ്ടുപോകാനുള്ളൊരു പ്ലാനിലാണ്. പിന്നെ തീർച്ചയായിട്ടും അല്ല, എപ്പോഴും നമ്മുടെ പാഷൻ, അടുത്ത എപ്പോഴും നമ്മുടെ നെസസിറ്റി ആണല്ലോ. അംഗീകാരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് എന്റെ മാത്രം ഒരു എഫേർട്ടായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഉപ്പുമുളകും എന്റെ വാർത്തെടുത്തൊരു പരിപാടിയാണ്. അതിൽ ഉണ്ണി സാറാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നല്ല കോപ്പറേറ്റ് മ്യൂസിക് ആട്ടോ പ്ലേ ചെയ്തോണ്ടിരിക്കണേ. യൂട്യൂബർ ആയതുകൊണ്ട് അത് പെട്ടെന്ന് കത്തും.
ഉണ്ണി സാറാണെങ്കിലും കുമ്പളയിൽ ഓരോരുത്തരും അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു കളക്റ്റീവ് എഫോർട്ടിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് കൂടി കിട്ടിയ ഒരു കാര്യമാണ്. അല്ലാണ്ട് കലാപരമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒട്ടും എക്സ്പീരിയൻസ് എനിക്കില്ല. 8 വർഷം ആ ഒരു കുമ്പളയിലെ കുട്ടി എന്നതിനുപരി വേറെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആർട്സിൽ എത്തണം എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ തൽക്കാലം കുമ്പളയിലെ കുട്ടിയായിട്ടാണ്. അപ്പം അവിടുത്തെ കുറേ എക്സ്പീരിയൻസുകളല്ലാണ്ട് വലിയ എക്സ്പീരിയൻസുകളൊന്നുമില്ല. ഒരു കുട്ടിത്തം വിടാത്ത ഒരു ഫിഗർ എന്ന രീതിയിൽ അത്യാവശ്യം ചില ചാൻസുകൾ കിട്ടും, ചില ചാൻസുകൾ പോകും അല്ലേ? നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ എന്തായാലും എന്നാണെങ്കിലും വരും, പോകാനുള്ളതാണെങ്കിൽ പോട്ടെ, പിന്നെ എപ്പോഴെങ്കിലും നല്ലൊരു കാര്യമായിട്ട് തിരിച്ചു വരുമായിരിക്കും. ഈ പഠനരംഗത്ത് ഇതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകടമാക്കി ഉണ്ട്. ഞാൻ കലോത്സവങ്ങളിലൊക്കെ എൻ്റെ അത്യാവശ്യം ഞാൻ പോകുന്നതാണ്. കൊല്ലം ഞാൻ സ്റ്റേറ്റ് മോണോ ആക്ട് സ്റ്റേറ്റ് തേർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഫോക്കും ഞാൻ സ്റ്റേറ്റ് പോയിരുന്നു. ഉപ്പുമുളക് ഉള്ളപ്പോഴത്തേനും കലോത്സവമൊക്കെ പോലെ ഇത്തിരി ബുദ്ധിമുട്ട്. കാരണം നമുക്ക് ഏകദേശം മാസത്തിൽ 20 ദിവസം ഷൂട്ട് ഉണ്ടാവും. അപ്പം അങ്ങനെ ആർട്സ് ആയിട്ട് ഒരുമിച്ച് പോലെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പം കഴിയുമല്ലേ, കുറച്ചും കൂടെ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വരുമ്പോൾ രണ്ടും നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഈ മേഖലയിലേക്കുള്ള കാൽവെപ്പ് എങ്ങനെയായിരുന്നു? ഞാൻ ചെറുപ്പം മുതലേ ആങ്കറിങ് ഷോസും ടെലിവിഷൻ ഷോസും അങ്ങനെ എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ 8 വയസ്സിൽ ഞാൻ ഫ്ലവേഴ്സിൽ കുട്ടിക്കലോറ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്താണ് ആരംഭിക്കുന്നത്. അവിടുന്ന് നേരെ ഉണ്ണി സാറിൻ്റെ കുമ്പളയിലേക്ക് കാസ്റ്റ് ചെയ്യാണ് ചെയ്തത്. 9 വർഷമായി. കുമ്പളകും അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു റാണി എന്ന് പറഞ്ഞൊരു മൂവി ചെയ്ത് കഴിഞ്ഞു. പിന്നെ പ്രഭുദേവ സാറിൻ്റെ പേട്രാപ്പ് എന്ന് പറഞ്ഞ മൂവി നമ്മുടെ സിനിമ അത് അടുത്ത് തന്നെ വരാനിരിക്കുന്നു. പിന്നെ അത്യാവശ്യം എനിക്ക് ഒരുപാട് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല നല്ല വർക്കുകൾ ചെയ്യാൻ പറ്റി. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ട് ഒരു സ്റ്റേറ്റ് അവാർഡ് അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. സിനിമാ വേൾഡിൽ നിന്നും കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഓഫർ പ്രഭു സാറിന് അത് തന്നെയായിരുന്നു. ഞാൻ ഡാൻസിൽ എപ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്ത ഒരാളാണ് പ്രഭുദേവ് സാർ. സാറിന്റെ ഇപ്പോൾ ഒരു ചെറിയ റോളാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സാറിന് തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും അവരാണ് എൻ്റെ ബാക്ക് ബോൺ. അവരില്ലെങ്കിൽ ഞാനില്ല. അച്ഛനമ്മയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനില്ല. എന്റെ അതെ അമ്മ വന്നിട്ടില്ല. അമ്മ ഒരു ഗ്രൂപ്പിലൊക്കെ ഇത്തിരി ബിസിയാണ്. തീർച്ചയായും അത് രണ്ടർത്ഥം ധ്വനിപ്പിക്കുന്ന ഒന്നാണ്. അച്ഛനും അമ്മ ഇല്ലെങ്കിൽ ഞാനില്ല, കലാഫീൽഡില്ല, ഞങ്ങളൊന്നുമല്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അവർ തന്നെയാണ്. അവരുടെ മുന്നിട്ടുള്ള എഫോർട്ട് ഇല്ലെങ്കിൽ എന്തൊരു കാര്യത്തിന് ഇപ്പം ഇവിടെയാണെങ്കിലും പോലും ഇവിടെ വന്ന് നിൽക്കുക എന്നത് വലിയൊരു കാര്യം. അത്ര നേരം ഞങ്ങളുടെ ക്ലാസിക് യൂട്യൂബ് ചാനലിന് വേണ്ടി സമയം ചെലവഴിച്ച് ശിവാനിക്ക് എല്ലാവരുടെ ഭാവുകങ്ങളും ഉയർച്ചയിലേക്ക് പോകുവാൻ ജഗദീശ്വരൻ ആ കാലുകൾക്ക് ശക്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുപരി വളച്ചൊടിക്കാത്ത ചോദ്യങ്ങളെല്ലാം ചോദിച്ചത് തിരിച്ചു ഒരു നന്ദി. ഇവിടുത്തെ സ്ഥിരം പ്രശ്നമാണ് ചോദ്യങ്ങളുടെ പല വഴിക്കൊക്കെ പോയി കളയും. ഒരു ചോദ്യത്തിന് ഒരുപാട് ഉത്തരമാണ്. ഇത് ഒരുപാട് ചോദ്യത്തിന് അത്യുത്തരം പറയാൻ വരുന്നുള്ളൂ. ആ സെറ്റപ്പിലായിരിക്കും ഇപ്പോഴത്തെ ചോദ്യങ്ങളൊക്കെ. എന്തായാലും സന്തോഷം.